സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നും. ഇന്ന് നമ്മൾ കുളത്തുപുഴയിൽ വ്യത്യസ്തമായൊരു കാഴ്ച കാണാൻ വന്നിട്ടുള്ളതാണ്. വനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മ്യൂസിയത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കുളത്തുപുഴയിലെ വന മ്യൂസിയം. അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഈ സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്, കുട്ടികൾക്ക് 25 രൂപ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ടിമ്പർ മ്യൂസിയം, അതുപോലെ മ്യൂസിയം സമുച്ചയം, കേരളം, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അനന്യമായ ജൈവിക വ്യവസ്ഥകൾ, രൂപാന്തരീകൃത യാഥാർത്ഥ്യം, അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെയൊക്കെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ആ ഭാഗത്തായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ശില്പം നമുക്ക് കാണാം. ഒരു ആനയുടെ ശില്പമാണ്. അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അതിനടുത്തേക്ക് പോയിട്ട് നോക്കാം. ഇത് കമ്പി കൊണ്ട് ആനയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. നെറ്റ് പോലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിനുള്ളിൽ വലിയ മെറ്റൽ കഷണങ്ങൾ, പാറക്കഷണങ്ങൾ നിറച്ചിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ ട്രാക്കിലും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാറക്കഷണങ്ങളാണ് ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണിത്. മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത്തരത്തിലുള്ള മതിലുകളുടെ നിർമ്മാണം കണ്ടിട്ടുണ്ട്. അപ്പോൾ തികച്ചും മനോഹരമായിട്ടുള്ള ഒരു ശില്പനിർമ്മാണമാണ് ഇത്. നമുക്കിനി ഉള്ളിലേക്ക് പോകാം. ഈ സൈഡിലായിട്ട് കളരി എന്ന് ഒരു ബോർഡ് വെച്ചിട്ടുള്ളൊരു കെട്ടിടം കാണാം. ഇതിനകത്ത് എന്താണ്, പ്രവർത്തനമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും അത് അടച്ചാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ ഒരു ബോർഡ് വെച്ചേക്കുന്നത് കാണാം, പ്രകൃതി ആസ്വാദന സൗകര്യം. ഒക്കെ അതിനോട് ചേർന്ന് തന്നെ വലിയൊരു പുളി നിൽപ്പുണ്ട്. കയറി വരുമ്പോൾ തന്നെ അല്പനേരം വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ. പിന്നെ ഇവിടെ ചെറിയ ഈ പുൽത്തകിടിക്ക് ഉള്ളിലായിട്ട് ബെഞ്ചുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് വിശ്രമിക്കാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കാണാൻ പോകാം. മുമ്പോട്ട് നടക്കുമ്പോഴേക്കും നമുക്ക് ഈ സൈഡിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ അല്ല, ഇത് ഒറിജിനൽ ചെടി തന്നെയാണല്ലേ. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചെടിയായി. പ്ലാസ്റ്റിക് ആണെന്ന് പെട്ടെന്ന് തോന്നും. അങ്ങനെ 3-4 ചെടികൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി ഉള്ളിലേക്ക് വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് ടിമ്പർ മ്യൂസിയം കാണാം. അതൊന്ന് കണ്ടുവരാമോ? അപ്പോൾ നമ്മൾ ടിമ്പർ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. വ്യത്യസ്തമായ തടികളുടെ പീസുകളിവിടെ കാണാം. ഏതൊക്കെ തടികളാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ നോക്കി മനസ്സിലാക്കാം. ഈ ഭാഗത്ത് കുറച്ച് ബുക്കുകൾ പോലെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ തടികളുടെയും അതിൻ്റെ ഫാമിലിയും സബ് ഫാമിലിയും ട്രേഡ് നെയിമും ഒക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എല്ലാം ഇങ്ങനെ മറിച്ച് നമുക്ക് ഓരോന്ന് കാണാവുന്നതാണ്.
ട്രീ മോണോഗ്രാഫ്. എല്ലാത്തിൻ്റെയും ലോക്കൽ നെയിമും അതുപോലെ ബൊട്ടാണിക്കൽ നെയിമും ഫാമിലി നെയിമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇത് തടി തന്നെ കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നും അല്ല, ഒറിജിനൽ തടിയാണ്. ഇവിടെ ഒരു മരുതി നിൽപ്പുണ്ട്. പേഴാണ് ഈ നിൽക്കുന്നത്. ബാഹ്യ വ്യാഖ്യാന മേഖല. ഇവിടെ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഉടുമ്പ് ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ പോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫോട്ടോഷൂട്ടിലും ഒക്കെയാണ്. ഇങ്ങോട്ടൊക്കെ നോക്കാം. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇവിടെ വെള്ള ഞാവൽ നിൽപ്പുണ്ട് കേട്ടോ. വെള്ള ഞാവലാണിത്. ഇപ്പുറത്തൊരു മലമുഴക്കി വേഴാമ്പലൊക്കെ ഇരിപ്പുണ്ട്. ഏഴിലം പാലയാണ് ഈ കാണുന്നത്. പൂവണം. അങ്ങനെ വ്യത്യസ്തമായ നിരവധി വൃക്ഷങ്ങൾ ഈ ഭാഗത്ത് ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണിത്. പലതരത്തിലുള്ള ശില്പങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ഓന്തിൻ്റെ ശില്പമാണ്. അതുപോലെ ഇവിടെ പെരുമ്പാമ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ ഒരു പുലി ചാടുന്നുണ്ട്. കയ്യും പൊക്കി നിൽക്കുന്ന ഒരു കടുവ. കേരളം എന്ന സെക്ഷനാണ് ഇതിനകത്തുള്ളത്. എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരളത്തിന്റെ ഒരു മാപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മറയൂരിലെ മുനിയറയാണത്. അതുപോലെ വയനാട്ടിലെ എടക്കൽ കേവിൽ നിന്നുള്ള ഒരു ശിലാലിഖിതമാണ് ഈ കാണുന്നത്. അതുപോലെ സ്പൈസസിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോന്നിയിലെ ആനക്കൂട് ഇവിടെ കാണാം. മൂന്നാർ ടീ പ്ലാന്റേഷൻ, അതുപോലെ കോന്നി റിസർവ് ഫോറസ്റ്റിന്റെ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോട്ടോകൾ ഇവിടെ വെച്ച്, അങ്ങനെ നിരവധി ആയുധങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പഴയകാലത്തെ ഉടയാടകൾ. ഇനി അടുത്ത സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു കാട്ടുകോഴി നിൽപ്പുണ്ട്. ഇവിടെ കടുവ. ഇവിടെ കയറിയ വനത്തിന്റെ സൗണ്ട് നമുക്ക് ലൈവായി ആസ്വദിക്കാം. കടുവ നമ്മുടെ തൊട്ടടുത്ത് കടുവ നിൽക്കുകയാണ്. അയ്യോ, പാമ്പ്. 1816 ഒരു ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഓരോ താളുകളിലും അതിൻ്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1820 വാർഡും കോണറും തിരുവിതാംകൂറും കൊച്ചിയും സർവേ നടത്താനായി വന്നു. 1844 സർക്കാർ നേരിട്ട് തടി സംഭരിക്കാൻ തുടങ്ങുകയും അതിനായി ആലപ്പുഴയിൽ ഒരു തടി ഡിപ്പോ സ്ഥാപിക്കുകയും ചെയ്തു. എക്സ്ക്ലൂസീവ് എക്കോസിസ്റ്റമാണ് അടുത്തത്.
ആഫ്രിക്ക ചതുപ്പ് വനം, കണ്ടൽ കാടിൻ്റെ ഒരു രൂപമാണ് ഈ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഈ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് വരയാടിനെ കാണാം, നീൽഗിരി താർ. ധാരാളം ആളുകൾ ഇവിടെ കാഴ്ചകൾ കാണാൻ എത്തിയിട്ടുണ്ട്. ഈ വന മ്യൂസിയം കാണാനായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വരയാടിനെ കണ്ടോ? വരയാടിനെ കാണാൻ ഇനി ഇരവുകളൊന്നും പോകണ്ട. നമുക്ക് ഈ കുളത്തുപുഴയിലുള്ള വന മ്യൂസിയത്തിൽ വന്നാൽ വരയാടിനെയൊക്കെ നമുക്ക് കാണാം. ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ് അടുത്തത്. ഇവിടാണ് നമ്മുടെ മൃഗങ്ങളൊക്കെ നമ്മുടെ കൂടെ വരും. ഇടയ്ക്കോ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തി. ഇപ്പൊ ദിനോസറൊക്കെ ഇവിടെ ഇറങ്ങി വരുന്നു. അവിടെ ഒരു കരടി വരുന്നു, നമ്മുടെ മുന്നിലേക്ക് ഒരു കരടി ഇതാ വരുന്നു. ആ നീ ആരാ വരുന്നേ? ആ ഒരു കൊമ്പ് കാണുന്നു, കണ്ടോ? മാൻ വരുന്ന കണ്ടോ നമ്മുടെ കൂടെ? ആ കടുവയാണ് വരുന്നത്. ഓ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൂ. ഇനി ആരാ വരുന്നേ? ആ ദിനോസർ. കളിക്കാനുള്ള സ്ഥലമാണ്. പിന്നെന്താ, ഊഞ്ഞാലാടാം. ഇവിടുത്തെ ബെഞ്ച് നോക്കിയേ, ഈ ബെഞ്ചിലൊരു ഒച്ചിരിപ്പുണ്ട്. ഇവിടെ ഒരു ചിത്രശലഭം. വലിയൊരു ചലന്തി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചലന്തിയാ. ഇത് ചങ്ങല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിലന്തി പോലെ. ഈ ബെഞ്ചിൽ ഒരു പഴുതാരയാണ് കാണുന്നത്. പഴുതാരയോ പറകാലിയോ അങ്ങനെ പറയാം. അപ്പുറത്തൊരു ഞണ്ടുണ്ട് ഈ ബെഞ്ചില്. ആ അവിടെ ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ഒച്ചിന്റെ കൂടെ വന്നിരിക്കുന്നത്. ആ ഒച്ചിന്റെ കൂടെ ഈ വെച്ചിരിക്കുന്നത്. അടുത്ത വനവാസി കേന്ദ്രമാണിത്. ഇത് വനവാസിയല്ല,
ചെറിയൊരു കുടിലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മുള കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളും അതുപോലെ കൊട്ട, വട്ടി, വനമ്പ് തുടങ്ങിയവയാണ് ഇതിനകത്തുള്ളത്. ഈ കളി ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഭക്ഷണശാലയൊക്കെ ഉണ്ട്, ഒരു ക്യാൻറ്റീൻ ഉണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ പുറത്തിരുന്ന് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വനശ്രീ ഇക്കോ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കഴിക്കാം ഇവിടെ ഇരുന്ന്. ഓക്കെ, എന്താണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ? ഒന്ന് കാണിച്ചേ മന്തി. ആഹാ, മന്തി റൈസ് ആണെന്നുള്ളത്. മന്തി എങ്ങനെ ഉണ്ട്? സൂപ്പറാ. അപ്പോൾ നമ്മുടെ കുളത്തുപുഴ വനം മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്കേവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വഴി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഈ വനം മ്യൂസിയം തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഈ മ്യൂസിയം. വളരെ വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഇവിടെ നിന്നും നമുക്ക് ലഭിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ഇതെല്ലാം ഉണ്ടാവണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ യാത്രാവണ്ടിയിൽ ആദ്യമായിട്ട് എത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.